തിരുവനന്തപുരത്ത് പോലീസ് ട്രെയിനി തൂങ്ങി മരിച്ചു. SAP ക്യാമ്പിലെ ആനന്ദാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം കൈഞ്ഞരമ്പ് മുറിച്ച് ഇയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. വിവരങ്ങൾ MS വീണ നൽകും. വീണ, കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മേലുദ്യോഗസ്ഥരുടെയും മറ്റും വലിയ സമ്മർദ്ദങ്ങളാണ് ഇത്തരത്തിൽ കൈഞ്ഞരമ്പ് മുറിക്കാനെന്ന് സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ ഇദ്ദേഹം മരിച്ചിരിക്കുന്നുവെന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോകുൽ, 2 ദിവസം മുമ്പ് ഈ ഒരു പോലീസ് ട്രെയിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവം ജനൻ TV ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഇതിന് പിന്നാലെ ഇപ്പോൾ ട്രെയിനി ജീവൻ ഒടുക്കിയെന്ന വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത്. തീർത്തും പോലീസ് സേനയിലെ മാനസിക പീഡനങ്ങളെക്കുറിച്ചും മാനസിക സംഘർഷങ്ങളും വെളിവാക്കുന്നത് തന്നെയാണ് ഈ ട്രെയിനിയുടെ ആത്മഹത്യയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇയാളുടെ മൃതദേഹം തിരുവനന്തപുരം പേരൂർക്കട ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് സേനയിലെ ഈ ട്രെയിനിങ് രംഗത്തും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഈ ട്രെയിനി, അതായത് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും തുടർന്ന് ക്യാമ്പിൽ തിരിച്ചെത്തുകയും മറ്റൊരു ട്രെയിനിയുടെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ. എന്നാൽ ആ ഒരു ഒപ്പമുണ്ടായിരുന്നയാൾ ഇന്ന് ശുചിമുറിയിൽ പോയ നേരത്താണ് ഈ തിരുവനന്തപുരം വിതുര മീനാങ്കൽ സ്വദേശിയായ 24-കാരൻ ആനന്ദ് ജീവൻ ഒടുക്കിയിരിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം പേരൂർക്കട ആശുപത്രിയിലാണുള്ളത്. അല്പസമയങ്ങൾക്കകം ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. ബന്ധുക്കൾ എത്തേണ്ടതുണ്ട്. അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകും. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാകും പോസ്റ്റ്മോർട്ടം നടപടികൾ. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വകുപ്പുമായ ആഭ്യന്തര വകുപ്പിന് കീഴിൽ ഇത്തരത്തിൽ പോലീസ് സേനയിൽ മാനസിക സംഘർഷം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു വ്യക്തമായ കാരണം തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു ട്രെയിനിയും ആത്മഹത്യ ചെയ്യുവാനുള്ള കാരണം എന്നുള്ളതാണ്. ഈ ഒരു പോലീസ് ക്യാമ്പിലടക്കം മാനസിക സംഘർഷങ്ങൾ ഇയാൾക്ക്, ഈ ഒരു ട്രെയിനിക്ക് നേരിടേണ്ടി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് B കമ്പനിയുടെ പ്ലാറ്റൂണർ ആയിരുന്നു ഈ ആത്മഹത്യ ചെയ്ത ആനന്ദ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് 16-ാം തീയതിയാണ് ഇയാൾ കൈഞ്ഞരമ്പ്, അതായത് 2 കൈയിലെയും ഞരമ്പുകൾ മുറിച്ചത്. തുടർന്ന് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഇയാൾ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. അന്ന് നമ്മൾ ഈ വാർത്ത നൽകിയതാണ്. മേലുദ്യോഗസ്ഥരുടെ അമിതമായ സമ്മർദ്ദം ഇദ്ദേഹത്തെ കൊണ്ട് ഇത്തരമൊരു കടുങ്കൈ ചെയ്യിപ്പിച്ചു എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ അന്ന് തന്നെ നമ്മൾ നൽകിയിരുന്നു. വളരെ ദൗർഭാഗ്യകരമായ വാർത്തയാണ്. ഈ പോലീസ് ട്രെയിനി ഇന്നിപ്പോൾ വീണ്ടും ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് അതിൽ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. വീണയാണ് തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.